ഇത് വെച്ചൊരു മോരുകറി ഉണ്ടാക്കാൻ പോവാ. എൻ്റെ ഫ്രണ്ടിന്റെ അലോട്ട്മെന്റിലുണ്ടായതാ. എനിക്ക് എന്നാ ബിഗാന്ന് ഒരെണ്ണല്ല, ഇനി ഒരെണ്ണം കൂടെ. കണ്ടോ, ക്യാബേജും അവളുടെ അലോട്ട്മെന്റിലുണ്ടായതാ. Too big, I can't even hold. കട്ട് ചെയ്യാം. എന്നിട്ട് ഒരു ഭാഗം മതി, ഒരു ഭാഗം നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്ത് പച്ചക്കറിയാണെന്നറിയാം. ഇപ്പം ബ്രണ്ടർ ബീൻസ്, ടൊമാറ്റോ, കുക്കുംബർ. ഇത് കഴിയുമ്പോൾ ഒന്നുമില്ല. ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇത്തരം വലിപ്പത്തിൽ എടുക്കാം. മാര ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി അത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അത് കഴിയുമ്പോൾ മാര നല്ല തിളച്ച് കൊണ്ടിരിക്കുന്നു. നമുക്ക് അതിലേക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഉള്ളി, മുളക് 2 എണ്ണം, ഇത്തിരി വെളുത്തുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, ചെറുജീരകം. അത് നമുക്കൊന്ന് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. മുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം. മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് ഇതിനകത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് അവസാനം ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചേർത്താലും മതി. കാരണം ഇവിടെയൊക്കെ ചിലപ്പം മിക്സിയൊക്കെ എന്തെങ്കിലും എനി പ്രോബ്ലം സ്പ്ലാഷ് ആകുമോ എന്തെങ്കിലും ചെയ്ത് എവിടെയെല്ലാം വീടെല്ലാം വൃത്തികേടാകത്തില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. സ്വല്പം വെള്ളം ഒഴിക്കാം. നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടി ഇട്ട് അരക്കത്തില്ല, അരച്ച് കഴിഞ്ഞ് ഇവിടെയെല്ലാം തെറിച്ചെങ്കിലും എന്ന് വിചാരിച്ച്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിനാവശ്യമായ തൈര് നമുക്ക് എടുക്കാം. ഞങ്ങളിവിടെ ഗ്രീക്ക് യോഗട്ടാണ്, നാച്ചുറൽ ഗ്രീക്ക് യോഗട്ടാണ് മേടിക്കുന്നത്. അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് അടിച്ചെടുക്കാം. ഒന്നും വേണ്ട, നമുക്ക് പുളിക്ക് പിന്നെ അധികം പുളി. അപ്പൊ നമ്മുടെ തൈര് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള ചട്ടി തീയെ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി മൂക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി എണ്ണ വേണ്ട. ആര് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ മിക്സി കഴിയതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളെ മസ്റ്റാർഡ് സീഡ്സ് അത് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവിടെ തീ നമ്മൾ നിർത്തിയാൽ ഇനി ഇത് തിളയ്ക്കണ്ട. കാരണം അല്ലെങ്കിൽ തൈര് ഒഴിക്കുമ്പോൾ അത് തിളച്ചു പോകും. കാരണം നമ്മളത് ഇനി അധികം തിളയ്ക്കാൻ വിടണ്ട. 2 പാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു കടുക് വറുക്കാനും 1 വേവിക്കാനും, പിന്നെ മിക്സിയും അല്ലറ ചില്ലറ പാത്രങ്ങളും. നമുക്ക് ഒത്തിരി പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പാത്രം ഉണ്ടെങ്കിലും നമുക്കെല്ലാം കുക്ക് ചെയ്തെടുക്കാം. കടുക് വറ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കതിനെ ഇളക്കി കൊടുക്കാം.
നമ്മുടെ ഡെലീഷ്യസ് ആയ മോരുകറി. മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ മോരുകറി. മോരുകറിയും എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ മത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് പോകും. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മോരുകറി റെഡി.